ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിമിറ്റീവ് മാപ്പിംഗ് അതിൻ്റെ ഡെഫിനിഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഒരു പ്രിമിറ്റീവ് മാപ്പിംഗ് എങ്ങനെയാണ്? സോ വി സ്റ്റാർട്ട് വിത്ത് an open set E subset of Rn and pick an index m for counting and a real valued function g from E to R, and we define the primitive mathematically gx is equal to sigma I for I not equal to m xi ei plus gx into em equivalently gx is equal to വേറെ രീതിയിൽ എഴുതാതിനെ എങ്ങനെ എക്സ് പ്ലസ് ജി എക്സ് മൈനസ് എക്സ് എം ഇൻറ്റു ഇ എം. സോ ജി റിപ്ലേസസ് ഓൺലി ദ mth കോർഡിനേറ്റ് ബൈ ജി എക്സസ്. എന്താ അവിടെ ക്യാപിറ്റൽ ജി ചെയ്യുന്നത്? സ്മാൾ ജിനെ mth കോർഡിനേറ്റിൽ മാത്രം റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് ആ പ്രിമിറ്റീവ് മാപ്പിൻ്റെ ഡെഫിനിഷൻ. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ പ്രിമിറ്റീവ് എന്ന് പറയുന്നത്? We call it primitive because it makes the simplest possible change. Primitive എന്ന് പറഞ്ഞാൽ അതല്ലേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ചേഞ്ച് മാത്രം നിലനിൽക്കുന്നുള്ളത്. സോ ദ സിംപ്ലസ്റ്റ് പോസിബിൾ ചേഞ്ച് ദാറ്റ് ഇറ്റ് ടേക്സ് എക്സാക്ട്ലി വൺ കോർഡിനേറ്റ് ആൻഡ് ലീവ്സ് ദ അതർ എലോൺ. ജോമെട്രിക്കലി പറഞ്ഞാൽ ഇറ്റ് സ്ലൈഡ്സ് ദ പോയിന്റ് എലോങ് ഇ എം ആക്സിസ്, ദ mth ആക്സിസ് ബൈ ജി എക്സ് മൈനസ് എം. mth ആക്സിസിൽ ജി എക്സ് മൈനസ് എക്സ് എം എന്നുള്ള ഒരു സ്ലൈഡിംഗ് ആണ്, ഒരു മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത്. സോ mth ആക്സിസിൽ മാത്രമാണ് ആ മൂവ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇതിനെ ഈ മാപ്പിനെ മറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാപ്പിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ടേക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ, ദെൻ എന്താ ക്യാപിറ്റൽ ജി എക്സ് എന്തായിരിക്കും? എക്സ് വൺ എക്സ് ടു എക്സെട്ര ആ mth പൊസിഷനിൽ മാത്രം എന്ത് ഈ ഫംഗ്ഷൻ കയറിയിരിക്കും, സ്മാൾ ജി എക്സ് എക്സെട്ര എക്സ് എൻ. if gx is equal to xm, g is just the identity. gx xm തന്നെയാണെങ്കിൽ എന്താ ക്യാപിറ്റൽ ജി എന്താ ഐഡൻറ്റിറ്റി മാത്രമായിരിക്കും, ആ മാറ്റവും ഇല്ല. അതാണ്. And if g ignores xm, then the mth coordinate is rewritten from the other coordinate. g ignores xm, xm നെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ mth coordinate is rewritten from the other coordinates. So other coordinate ആണ് അത് എഴുതപ്പെടും. Then അതിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഒന്ന് നോക്കാം. അത് പറയുന്നത് if g is differentiable at a point a, then capital G is also differentiable at a. അവിടെയാണ് ഇതിൻ്റെ കാര്യം. സ്മാൾ ജി ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ക്യാപിറ്റൽ ജിയും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആൻഡ് ദ ജക്കോബിയൻ എന്താ ജി ഡാഷ് എ ലുക്ക് ലൈക്ക് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് എക്സെപ്റ്റ് ദ mth റോ ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ഗ്രേഡിയൻ്റ് ഓഫ് ജി അറ്റ് എ. അപ്പം ജക്കോബിയൻ മെട്രിക്സ് എങ്ങനെയായിരിക്കും? എല്ലായിടത്തും ഐഡൻറ്റിറ്റി ആയിരിക്കും, പക്ഷേ mth റോയിൽ അവിടെയാണല്ലോ ആക്ച്വൽ സ്മോൾ ജി വസിക്കുന്നത്. സോ ആ സ്മോൾ ജിയുടെ പൊസിഷനിൽ മാത്രം എന്ത് കയറിയിരിക്കും? ജിയുടെ ഗ്രേഡിയൻ്റ്, അതിൻ്റെ വേരിയേഷൻ, അതിൻ്റെ വൺ ഡയമെൻഷണൽ മൂവ്മെൻറ്റ് ഗ്രേഡിയൻറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ജക്കോബിയൻ ഡിറ്റർമിനൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ജെ ജി ഓഫ് എ, ജക്കോബിയൻ ഡിറ്റർമിനൻറ്റ് ഓഫ് ക്യാപിറ്റൽ ജി is equal to എന്താ ഡിറ്റർമിനൻറ്റ് ഓഫ് ജി ഡാഷ് എ എന്ന് പറയുന്നത് ഡി എം ജി എ ആയിരിക്കും. സോ ഇത് mth ആക്സിസിലുള്ള ഡെറിവേറ്റീവ് മാത്രം എടുക്കും. വാട്ട് ഈസ് ദ റീസൺ? when you replace the mth row of the identity by del GA, the only contributing cofactor in the column m will be 1. So the determinant equal to the mth entry. പിന്നീട് അതിൻ്റെ ഇൻവെർട്ടിബിലിറ്റി ക്രൈറ്റീരിയൻ വരുന്നത് നമുക്കറിയാം, ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ബൈ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം എന്താവും? ജി ഡാഷ് എ ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡി എം ജി എ നോട്ട് ഈക്വൽ ടു 0 ഓർ ജക്കോബിയൻ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 മീൻ ഇവിടെ ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ. സോ ജി എയുടെ ജക്കോബിയൻ നോട്ട്. സോ വെൻ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എം ഇസ് നോൺ സീറോ, ജി ഇസ് ജസ്റ്റ് എ ലോക്കൽ ഡിഫോർമേഷൻ ഓർ ഡിഫോർമേഷൻ നിയർ എയുടെ അടുത്ത് മാത്രം ആയിട്ട്. എന്താണ് ജിയോമെട്രിക് മീനിങ്? ഡി എം ജി എയുടെ ജിയോമെട്രിക് മീനിങ് അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് മെഷേഴ്സ് ഹൗ സെൻസിറ്റീവ് ദ ഔട്ട്പുട്ട് ഓഫ് ദ mth കോർഡിനേറ്റ് ടു ദ ഇൻപുട്ട്. സോ ഒരു ഇൻപുട്ടിനോട് ജനറൽ ഇൻപുട്ടിനോട് mth കോർഡിനേറ്റ് മാത്രം
mth കോർഡിനേറ്റ് മാത്രം എത്രമാത്രം സെൻസിറ്റീവ് ആണെന്നാണ് എന്ത് വരുന്നത് ഇതിൻ്റെ ജോമെട്രിക്കൽ മീനിങ്. ഒരു കോർഡിനേറ്റിലുള്ള സെൻസിറ്റിവിറ്റി മാത്രമാണ്. If it is non-zero, we can locally solve xm from gx. And if it is zero, the map collapses along that direction and the Jacobian become എന്താ സിംഗുലർ. ജക്കോബിയൻ ഇപ്പോൾ സിംഗുലർ ആയി പോകും സീറോ ആണെങ്കിൽ. ദെൻ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് n is equal to 2 and m is equal to 2 and g x1 x2 എന്ന് പറയുന്നത് x1 സ്ക്വയർ പ്ലസ് x2 ആണെങ്കിൽ മെട്രിസസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ജക്കോബിയനും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു 3 ഡയമെൻഷണൽ എക്സാമ്പിളാണ്. അവിടെ n is equal to 3 and m is equal to 1 and g x y z is equal to y plus z സ്ക്വയർ ആണ്. സോ അതിൻ്റെ d1 g 0 ആണ് ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് g1 x is also again 0 everywhere. അവിടെ ശ്രദ്ധിക്കേണ്ടത് നോ ലോക്കൽ ഇൻവേഴ്സ് എനിവെയർ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് മറ്റ് എക്സാംസിനൊക്കെ ചോദിക്കാവുന്ന മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ജി ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എ, ജി മേ ഫെയിൽ ടു ബി ഡിഫറൻഷ്യബിൾ. സ്മോൾ ജി ഈസ് എയിൽ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ജിയും ഡിഫറൻഷ്യബിൾ അല്ലാതെ ഇരിക്കാം. ദെൻ ഡി എം ജി ഈസ് ഈക്വൽ ടു 0. ഡി എം ജി 0 ആണെങ്കിൽ ലോക്കൽ ഇൻവേഴ്സ് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആൾസോ ഓപ്പൺനെസ് ഓഫ് ഇ ഈസ് നീഡഡ് ഫോർ ഇൻവേഴ്സ് ഓർ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം ടു അപ്ലൈ. ഈ ഓപ്പൺ തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറമായാലും ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറമായാലും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ പറയുന്ന പ്രിമിറ്റീവ് മാപ്പിംഗ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ പ്രത്യേകതയും.